പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ JCNDSD കേരളയുടെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിത്യജീവ മൊഴികളിൽ നിന്നുള്ള പ്രസംഗ പരമ്പരയിൽ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യ ക്രിസ്തീയ സഹോദരി സഹോദരന്മാർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഇന്ന് രാത്രിയിൽ അറിയിക്കുകയാണ്. പതിവുപോലെ നിത്യജീവ മൊഴികൾ എന്നുള്ള പ്രസംഗ പരമ്പരയിൽ ഈ ആഴ്ചയിലും ചെറിയൊരു ചിന്തയുമായി, ദൈവദിനത്തിലെ ഒരു ചിന്തയുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം എനിക്ക് ഒരുക്കിയ ഭാഗ്യ പദവിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒപ്പം അവസരമൊരുക്കി തന്ന ഈ ഗ്രൂപ്പിൻ്റെ ബഹുമാന്യ കർത്തൃദാസന്മാരായ അഡ്മിന്മാർക്ക് എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ രാത്രിയിൽ വളരെ ചെറിയ ഒരു ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദഭാഗം മാത്രം വായിച്ച് ഒരു ചെറിയ ചിന്ത ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരമാവധി സമയം ചുരുക്കിക്കൊണ്ട് കേൾക്കുന്ന എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുള്ള ഒരു സമയപരിധിയിൽ നിന്നുകൊണ്ട് ദീർഘമാക്കാതെ ഒരു വിഷയം, ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ ഇന്ന് രാത്രിയിൽ താല്പര്യപ്പെടുന്നത്. അതിനായി വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ എഫേസൂസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം മാത്രം വായിക്കാൻ ദൈവസേനയിൽ ശരണപ്പെടുകയാണ്. 10-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദപുസ്തകത്തിൽ എഫേസൂസിലെ സഭയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ദൈവസഭയിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസികളെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷയാണ് എഫേസൂസിലെ സഭ നാം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് വെച്ചാൽ നമുക്കറിയാം, അത് സഭയാണ്. നാം ആ ശരീരത്തിലെ ആത്മീയ അംഗങ്ങളാണ്. ക്രിസ്തു ദൈവത്തിൻ്റെ ആത്മാവാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ദൈവം ആത്മാവാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ യേശു ശമരിയ സ്ത്രീയോട് പറയുന്നുണ്ട്, ദൈവം ആത്മാവാണ്, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവ്, നമ്മളതിനെ ക്രിസ്തുവിൻ്റെ ആത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ്, യഹോവയുടെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്, പിതാവിൻ്റെ ആത്മാവ്, യേശുവിൻ്റെ ആത്മാവ്, എന്നിങ്ങനെ നമ്മൾ പല രീതിയിൽ അതിനെ തിരുവെഴുത്തിൽ കാണാൻ കഴിയും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് ഈ കാര്യങ്ങളെ കാണാൻ കഴിയുന്നത്. എന്നാൽ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ദൈവത്തെ പരിചയപ്പെടുത്തിയത് ദൈവം ആത്മാവാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഏകദൈവ വിശ്വാസികളായ നമുക്ക് അറിയാം, ആ ആത്മാവായ അതേ ദൈവം തന്നെയാണ് ജഡത്തിൽ വന്ന മനുഷ്യരെ രക്ഷിക്കാൻ ജഡം ധരിച്ചു വന്ന് നമ്മുടെ പാപത്തിൻ്റെ ശമ്പളമായ മരണം ഭരിച്ച് നമ്മുടെ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് നിത്യം ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തു, അവൻ തന്നെയാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിച്ച വിഷയത്തിൽ പ്രധാനമായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഒരു കാര്യം ഇവിടെ ശ്രദ്ധയോടെ, അല്ലെങ്കിൽ വളരെ കാര്യക്ഷമമായിട്ട് കൃത്യമായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യം, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു എന്നെഴുതിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം സൽപ്രവൃത്തിയുടെ അല്ലെങ്കിൽ നല്ല പ്രവർത്തനങ്ങളുടെ ഒരു അനിവാര്യതയെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ്റെ പ്രവൃത്തി, സംസാരം, ഇടപെടലുകളെല്ലാം സത്യസന്ധമായിരിക്കണം, ഒപ്പം വിശുദ്ധമായിരിക്കണം, കുറ്റമറ്റതായിരിക്കണം എന്ന് ഇവിടെ നാം വായിക്കുന്നു. എന്നാൽ ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, സൽപ്രവൃത്തികൾക്ക് വേണ്ടി നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് എഴുതിയത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഇത് എഴുതിയത് എഫേസൂസിലുള്ള വീണ്ടെടുക്കപ്പെട്ട ക്രിസ്ത്യാനികളുടെ കൂട്ടായ്മയ്ക്കാണ്. എന്ന് വെച്ചാൽ
വീണ്ടും ജനിച്ച ക്രിസ്ത്യാനികളുടെ, എഫേസോസിൽ വീണ്ടും ജനിച്ച ക്രിസ്ത്യാനികളുടെ കൂട്ടായ്മയാണ്. എന്ന് വെച്ചാൽ ഏകദൈവ വിശ്വാസികളായ, പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ നടക്കുന്ന സഭയോടാണ് ഈ നാം വായിച്ച ഈ തിരുവെഴുത്ത് എഴുതിയിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന തലമുറയിൽ കത്തോലിക്ക മുതൽ പട്ടത്ത സഭകൾ എല്ലാം തന്നെ അവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് വിശുദ്ധിയുള്ള ഒരു ജീവിതത്തെ കുറിച്ചാണ്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ മനുഷ്യരെല്ലാം അശുദ്ധന്മാരും കളവ് പറയുന്നവരും എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യരെല്ലാം കളവ് പറയുന്നവരും അശുദ്ധന്മാരും എന്ന് പറയാൻ കാര്യം? ദൈവത്തിന്റെ വചനം പറയുന്നത് നാം എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നാണ്. അപ്പം മനുഷ്യരെല്ലാം പാപം ചെയ്തവരും ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തിയവരുമാണ് എന്ന് വ്യക്തമായിട്ട് നാം കാണുന്നു. അങ്ങനെയെങ്കിൽ ഏതൊരു മനുഷ്യന്, അശുദ്ധനായ മനുഷ്യന് ശുദ്ധി കൊണ്ടുവരുവാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ അശുദ്ധനായ മനുഷ്യന് സൽപ്രവർത്തികൾ കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ ആരാണ് പിന്നെ ഈ സൽപ്രവർത്തികൾ ചെയ്യുന്നത്? ഇപ്പോൾ യേശു പറയുന്നത്, എൻ്റെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ, അല്ലെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ എന്നാണ്. അപ്പോൾ യേശുക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട് യേശുക്രിസ്തുവിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ചിന്തിക്കുകയും ദൈവത്തിന്റെ ആത്മാവിൽ ജീവിക്കുകയും ദൈവാത്മാവിൽ നടത്തപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് സൽപ്രവർത്തികൾ പുറപ്പെടുവിക്കാൻ കഴിയുന്നത്. എന്നാൽ കത്തോലിക്ക സഭ മുതൽ ഉള്ള ഏതാനും പൗരോഹിത്യ സഭകൾ പലരും അവര് സൽപ്രവർത്തികൾ ചെയ്ത് സ്വർഗരാജ്യത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനായിട്ട് അവര് ദാനധർമ്മം ചെയ്യുന്നു, പ്രത്യേകിച്ച് അനാഥാലയങ്ങൾ ഉണ്ടാക്കുന്നു, അവിടെ അഗതികളെ ശുശ്രൂഷിക്കുന്നു, അവരുടെ ഏറ്റവും സാധാരണഗതിയിൽ നമ്മളെ പോലുള്ള ആളുകൾ അറയ്ക്കുന്ന കാര്യങ്ങളൊക്കെ അവര് വളരെ പ്രസാദപൂർവ്വം ചെയ്യുന്നു. കാരണം അവർക്ക് സ്വർഗം കിട്ടണമെങ്കിൽ ഇതുപോലുള്ള ശുശ്രൂഷകൾ ചെയ്യണം. അങ്ങനെ അവർ ധാരാളം അഗതി മന്ദിരങ്ങളും ഓൾഡ് ഏജ് ഹോമുകളൊക്കെ സ്ഥാപിക്കുന്നു. ആരുമില്ലാത്തവരെ അവർ കൊണ്ടുപോയി കുളിപ്പിച്ചും മുടിവെട്ടിയും വൃത്തിയാക്കിയും ഭക്ഷണം കൊടുത്തും അവർക്ക് നല്ല വസ്ത്രം കൊടുത്തും അവരെ കരുതിയും സംരക്ഷിച്ചും ഒക്കെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ദൈവത്തിന്റെ വചനം പഠിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ വിധ സൽപ്രവർത്തികളൊന്നും നമ്മളുടെ ആത്മീയതയെ ഒരിക്കലും വിശുദ്ധിയിലേക്ക് നടത്തുന്നില്ല. കാരണം നമ്മൾ ജനിച്ചത് തന്നെ പാപത്തിലാണ്. നാം പാപത്തിൽ ജനിച്ച്, പാപത്തിൽ ജീവിച്ച്, പാപത്തിൽ മരിച്ച്, നാം പാപത്തിന്റെ ശിക്ഷാവിധി ഏറ്റുവാങ്ങുവാനാണ് ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ വന്ന് ജീവിച്ച് കടന്നു പോകുന്നത്. എന്നാൽ ആർക്കാണ് ഈ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി നമ്മെ ശുദ്ധീകരിക്കേണ്ടതിനും നമ്മെ ദത്തെടുക്കേണ്ടതിനും നമ്മെ അവകാശമാക്കി സ്വീകരിക്കേണ്ടതിനും വേണ്ടി മഹത്വത്തിൽ നിന്ന് ഒരുവൻ വന്നു. അവൻ മറ്റാരുമല്ല, നമ്മെ സൃഷ്ടിച്ച ദൈവമാണ്. കൊളോസ് ലേഖനം നാം പഠിക്കുമ്പോൾ അതിന് 1:14 വായിക്കുന്നത്, അവനിലൂടെയും അവനാലും അവന് വേണ്ടിയും സകലതും സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ സൃഷ്ടികർത്താവ് എന്നുള്ള നിലയിലും വീണ്ടെടുപ്പുകാരൻ എന്നുള്ള നിലയിലും പരിപാലകൻ എന്നുള്ള നിലയിലും നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പോൾ ആ യേശുക്രിസ്തുവിൽ നാം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു നമ്മുടെ പാപപരിഹാരാർത്ഥം മരിച്ചിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തിലും യേശുക്രിസ്തു നമുക്ക് നൽകിയ രക്ഷയിലും മാത്രമാണ് നമുക്ക് പഴയ മനുഷ്യന്റെ സ്വഭാവത്തിൽ നിന്നും പഴയ മനുഷ്യന്റെ പാപത്തിന്റെ ചങ്ങലകളിൽ നിന്നും സ്വാതന്ത്ര്യമുള്ളൂ. അങ്ങനെ ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവികമായ ഈ പുണ്യങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഏവരും ദൈവത്തിന്റെ മക്കൾ എന്നാണ്. അപ്പോ അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നടത്തണമെങ്കിൽ നമ്മൾ ഈ ലോകപ്രകാരമുള്ള വഴികൾ വിട്ട് നമ്മൾ പാപികളാണെന്നും നമുക്കൊരു രക്ഷകൻ ആവശ്യമുണ്ടെന്നും നമ്മുടെ രക്ഷ കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്ന് മരിച്ചതുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി എന്നേക്കുമായി ഒരു രക്ഷ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ആ രക്ഷയെ ഞാൻ വിശ്വാസത്താൽ കൈക്കൊണ്ട് വചനം അനുശാസിക്കുന്ന, അല്ലെങ്കിൽ വചനം നിർദ്ദേശിക്കുന്ന പാപപരിഹാരത്തിന് വേണ്ടി നാം ചെയ്യേണ്ടതായ, അല്ലെങ്കിൽ നാം അനുഷ്ഠിക്കേണ്ടതായ തിരുവെഴുത്ത് പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരാൽ നൽകപ്പെട്ട കൽപ്പനകൾ പ്രകാരം നാം
യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവും ദൈവവുമായി സ്വീകരിക്കുകയും നമ്മുടെ പാപത്തിന് പരിഹാരമായി മരിച്ച യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെയും അടക്കത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും പ്രതീകമായി നാം യേശുവിനോടുകൂടെ മരിക്കേണ്ടതിനും യേശുവിനോടുകൂടെ സംസ്കരിക്കപ്പെടേണ്ടതിനും യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കപ്പെടേണ്ടതിനും വേണ്ടി യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനങ്ങളിൽ ഐക്യപ്പെടേണ്ടതിന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം സ്നാനമേറ്റ് വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ നടന്ന് ദൈവസഭ മുന്നോട്ട് വയ്ക്കുന്ന പ്രവൃത്തിയുള്ള പുസ്തകം മുതൽ യൂദയുടെ ലേഖനം വരെയും അനുശാസിക്കുന്ന സ്വഭാവ സവിശേഷതകളും വ്യത്യസ്തമായ ജീവിത രീതിയും ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ നടത്തിപ്പിൽ നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം അതിന് പറയുന്നു, നാം സൽപ്രവൃത്തികൾ ചെയ്യേണ്ടതിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം നമ്മെ പുതിയ ഒരു സൃഷ്ടിയാക്കിയിരിക്കുന്നത്, ഞാനിത് പറയുമ്പോൾ നമ്മളുടെ മാതാപിതാക്കളിൽ നിന്ന് നാം ജനിച്ചു വന്ന നമ്മുടെ പുത്രത്വത്തെ കുറിച്ചല്ല, മറിച്ച് ഉയരത്തിൽ നിന്ന് നാം രണ്ടാമത് ജനിച്ചപ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അവന്റെ വചനത്താൽ നാം വീണ്ടും ജനിച്ചപ്പോൾ ആ ജനനത്തിൽ നമുക്ക് സിദ്ധിച്ച, അല്ലെങ്കിൽ നമുക്ക് ലഭ്യമായി തീർന്ന പുതിയ സൃഷ്ടികളാണ് നാം. ആ പുതിയ സൃഷ്ടികൾ പഴയ സൃഷ്ടികളുടെ സ്വഭാവമല്ല എടുക്കേണ്ടത്, പുതിയ സൃഷ്ടി ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് യോജിച്ചതായിരിക്കണമെന്ന് പറയുന്നു. 2 പത്രോസിൽ നാം 1-ാം അധ്യായത്തിൽ കാണുന്നത് നാം യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു എന്നാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം നമ്മിൽ പ്രതിഫലിക്കണമെങ്കിൽ നാം നമ്മുടെ പാപം സംബന്ധിച്ച്, നമ്മുടെ പഴയ സ്വഭാവം സംബന്ധിച്ച് നമ്മൾ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവൻ സഹിച്ച പാടുപീഡകളാൽ നമുക്ക് നേടിത്തന്ന രക്ഷയും വിടുതലും സ്വാതന്ത്ര്യവും പുത്രത്വവും നാം വിശ്വാസത്താൽ ഏറ്റെടുക്കുകയും അങ്ങനെ യേശുക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനങ്ങളിൽ നാം നമ്മെ തന്നെ ഐക്യപ്പെടുത്തുകയും യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ഉപദേശങ്ങളെ നാം അനുസരിച്ച് ഏറ്റെടുത്ത് ദൈവ വചനത്തിൽ ഒരു പുതുവിശ്വാസി എങ്ങനെ ആയിരിക്കണം അവന്റെ ദൈനംദിന ജീവിതത്തിൽ, അവന്റെ ഇടപാടുകളിൽ, അവന്റെ ബന്ധങ്ങളിൽ, അവന്റെ സാമൂഹിക ജീവിതത്തിൽ എന്നുള്ളതെല്ലാം സ്പഷ്ടമായി അപ്പോസ്തലന്മാർ അവരുടെ ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇവ അനുഷ്ഠിച്ചു വരുന്ന ഒരു വ്യക്തിയിൽ നിന്നും സൽ സ്വഭാവമുള്ള, അല്ലെങ്കിൽ സൽപ്രവർത്തികൾ പുറപ്പെടും. ഒരു ക്രിസ്ത്യാനിയാണ് നാം എങ്കിൽ നാം ഒരു ക്രിസ്ത്യാനിയാണെന്ന് ആളുകൾ അറിയാനുള്ള ഏറ്റവും എളുപ്പമായ ഒരു മാർഗം എന്ന് പറയുന്നത് പ്രവൃത്തികളിൽ അതുണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് നമ്മുടെ വിശ്വാസം, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവമത്രേ. എന്നാൽ ബൈബിളിൽ പറയുന്നു, കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്, അതിന് പ്രവൃത്തികളും കാരണമല്ല എന്ന് എഫേസ്യർ 2:6-7 മുതൽ നാം വായിക്കുന്നു. ഇവിടെ 10ലേക്ക് വരുമ്പോൾ നാം സൽപ്രവൃത്തികൾക്ക് വേണ്ടി പുതിയ സൃഷ്ടികളാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതേസമയം യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവമത്രേ. അപ്പോൾ പ്രവൃത്തിയാണ് വിശ്വാസത്തിന് ആധാരമെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു പോകാൻ ഇടയുണ്ട് യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോൾ. എന്നാൽ യാക്കോബിന്റെ ലേഖനം ഒരിക്കലും പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളിൽ രേഖപ്പെടുത്തേണ്ട കാര്യങ്ങളെ അസ്ഥിരപ്പെടുത്തുന്നില്ല. കാരണം യാക്കോബ് പറയുന്നത് നമ്മുടെ വിശ്വാസം പുറത്തുള്ളവർ അറിയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റം നാം പ്രവൃത്തിയിൽ പ്രകടമാക്കുമ്പോഴാണ്. നേരത്തെ മുൻകാലങ്ങളിൽ നാം ആരെയും സഹായിക്കാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ആരോടും നമ്മൾ സൗമ്യതയോടെ പെരുമാറാത്ത വ്യക്തിയാണെങ്കിൽ, എല്ലാവരെയോടും കോപിക്കുകയും നമ്മുടേതായ പഴയ മനുഷ്യന്റെ സ്വഭാവങ്ങളെ നാം എല്ലായ്പ്പോഴും എല്ലായിടത്തും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, നാം വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ സൽഫലങ്ങളുടെ കനികൾ, അല്ലെങ്കിൽ നല്ല ഫലങ്ങൾ നാം കായ്ക്കുന്ന നിമിത്തമാണ് നമ്മെ മുമ്പ് അറിഞ്ഞിരുന്നവരിൽ ഇന്ന് നാം കാണുന്ന വ്യത്യസ്തമായ സ്വഭാവം നമ്മുടെ പെരുമാറ്റത്തിലും ഇടപാടുകളിലും നമ്മളെ സഹായിക്കുന്ന മനസ്ഥിതിയിലും പങ്കുവെക്കുന്ന മനസ്ഥിതിയിലും നമ്മെ മുമ്പ് കണ്ടിരുന്ന ആളുകൾ ഇന്ന് നമ്മളെ കാണുമ്പോൾ ഇയാൾ പറയുന്ന വിശ്വാസം, അല്ലെങ്കിൽ ഇവൻ ഇന്ന് സ്വീകരിച്ചിരിക്കുന്നു എന്ന് ആളുകൾ സംസാരിക്കുന്ന ഈ വിശ്വാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ വിശ്വാസം അവനെ അടിമുടി മാറ്റിയിരിക്കുന്നു. കാരണം അവൻ ഇന്നലകളിലെ അവനല്ല, ഇന്ന് അവൻ സുവിശേഷത്തിന്റെ, അല്ലെങ്കിൽ അവൻ എന്ത് വിശ്വാസം സ്വീകരിച്ചിരിക്കുന്നു അതിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയാണ് എന്ന് ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തിൽ നമ്മെ തിരിച്ചറിയുമ്പോഴാണ് നാം സൽപ്രവൃത്തികളായിട്ട് അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്ത് നമ്മെ സംബന്ധിച്ച് നിറവേറ്റപ്പെടുന്നത്. അതുകൊണ്ട് എന്നാൽ പല ആളുകളും കത്തോലിക്ക മുതൽ
പട്ടത്ത സഭകളിലുള്ള ഏറിയ പങ്ക് ആളുകളും വിശ്വസിക്കുന്നത് സൽപ്രവൃത്തികൾ ചെയ്യുന്ന നിമിത്തം സ്വർഗരാജ്യത്തിൽ പോകാമെന്നാണ്. ചില ആളുകൾ വിചാരിക്കുന്നത് മാതാപിതാക്കളോ അല്ലെങ്കിൽ ഉറ്റവരോ ഉടയരോ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി അവരുടെ മരണത്തിന്റെ ഓർമ്മ ദിവസങ്ങളിൽ ദാനധർമ്മങ്ങൾ നടത്തുകയോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചില പ്രവർത്തികൾ അതിനുമായി ബന്ധപ്പെട്ട് ചെയ്യുകയോ ചെയ്താൽ സ്വർഗത്തിൽ പോകാമെന്ന്. ഒരിക്കലും കഴിയുകയില്ല. സ്വർഗത്തിലേക്ക് പോകുവാൻ പല വഴികളില്ല. യേശു തന്നെ പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസത്തിന്റെ ആധാരമായിട്ടാണ് നാം രക്ഷിക്കപ്പെടുകയും നാം പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെടുകയും പുതിയ സൃഷ്ടിയായി തീരുകയും ചെയ്യുന്നത്. പുതിയ സൃഷ്ടിയുടെ ഫലം ഉണ്ടായിരിക്കണം. കാരണം പുതിയ സൃഷ്ടി നാം വചനത്താൽ സൃഷ്ടിക്കപ്പെട്ട പുതു സൃഷ്ടിയാണ്. വചനത്താൽ സൃഷ്ടിക്കപ്പെട്ട പുതു സൃഷ്ടി വചനമായ കർത്താവിൻ്റെ സ്വഭാവങ്ങൾ, വചനമായ കർത്താവിൻ്റെ ഫലങ്ങൾ കായ്ക്കേണ്ടതിനാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 15 കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ നാം ക്രിസ്ത്യാനികൾ ഫലം കായ്ക്കേണ്ടവരാണ്. എന്ത് ഫലം നാം കായ്ക്കും? ക്രിസ്തുവിന്റെ ഫലം നാം കായ്ക്കണം. അപ്പോസ്തലന്മാരിൽ വെളിപ്പെട്ട അതേ ഫലം നാം കായ്ക്കണം. അങ്ങനെയാണ് നാം ക്രിസ്ത്യാനികളാണ് എന്നുള്ള വസ്തുത ലോകത്തിന് അറിയുവാൻ കഴിയുള്ളൂ. ആദ്യം ഫലം, പിന്നീട് വാക്കുകൾക്ക് പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ അറിയുന്ന ആളുകൾ, അല്ലെ നമ്മെ അറിയണം എന്ന് നാം ആഗ്രഹിക്കുന്ന ആളുകളുടെ മുമ്പിൽ നാം ക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുവാനും ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച പുത്രത്വത്തിന്റെ സ്വാതന്ത്ര്യവും ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച പാപത്തിന്റെ മേലുള്ള ജയവും പൈശാചികന്റെ അടിമത്തത്തിൽ നിന്നുള്ള വിടുതലും പഴയ സ്വഭാവങ്ങളിൽ നിന്നുള്ള നമ്മൾക്ക് ഒരു പുതിയ ജനനത്തിന്റെ ഫലങ്ങളും നാം പുറപ്പെടുവിക്കുവാൻ തീർച്ചയായും നാം ബാധ്യസ്ഥരാകുന്നു എന്നാണ് തിരുവെഴുത്ത് നമ്മെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൽ ഒരു വ്യക്തി പുതുതായി ജനിക്കുമ്പോൾ അവൻ സൽപ്രവർത്തികൾക്ക് വേണ്ടി പുതിയതായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എന്നെ കേൾക്കുന്നവരായ നിങ്ങളോട് പറയുവാനുള്ളത്, ഞാനും നിങ്ങളും ഇതേ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, വിളിക്കപ്പെട്ടിരിക്കുന്നു. നാം ഈ ഫലം കായ്ക്കുന്നെങ്കിൽ മാത്രമേയാണ് ഈ ഫലത്താൽ ക്രിസ്തുവിലേക്ക് ആളുകളെ ആകർഷിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ ക്രിസ്തുവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അവസരം ഒരുക്കി തന്ന എല്ലാ ദൈവദാസന്മാർക്കും നന്ദി പറയുന്നു. ഒപ്പം ഇങ്ങനെ നിങ്ങളുടെ മധ്യേ ഒരു വചനചിന്തയുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ ഭാഗ്യ പദവിക്കായി കോടി കോടി അവനെ സ്തുതിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കും.